Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടുവിനെയും പത്ലുവിനെയും കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. അവര് മറ്റുള്ളവരുടെ കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അവരെ പറ്റി ഒരിക്കലും അവര് ചിന്തിക്കാറേ ഇല്ല. അവര് നല്ലവരാ. അവർക്ക് വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകൂ. അതിന് അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അവർക്ക് നമ്മളൊരു ജോലി വാങ്ങി കൊടുക്കണം. എങ്ങനെയുണ്ട്? ഞാനൊരു സയന്റിസ്റ്റും പിന്നെ നിങ്ങളൊരു ബോക്സറും ചിങ്കം സാറ് ഇൻസ്പെക്ടറും അല്ലേ? അതുപോലെ നമുക്ക് അവരെ ഒരു നിലയിൽ എത്തിക്കണം. എന്ത് പറയുന്നു? എന്താ അഭിപ്രായം? പൊളിച്ചെടുത്തല്ലോ. പ്ലാൻ ചെയ്യുന്നതിൽ എനിക്ക് 20 കൊല്ലത്താണ് ബോണ്ട് കേട്ടോ. എന്റെ അടുത്തൊരു അടിപൊളി പ്ലാൻ ഉണ്ട്, കേക്കണോ? വന്നേ. അതെ ചായക്കട ചേട്ടാ, ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ചായക്കട എന്നത് ചായ കുടിക്കാൻ മാത്രമാണ്, അല്ലാതെ വെറുതെ ടൈം പാസ് ചെയ്യാനുള്ളതല്ല. അത് നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയാ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പണിയും ചെയ്യില്ല. പുറപ്പൂറി നഗരം മുഴുവൻ തേരാവാര നടക്കുകയല്ലേ നിങ്ങളൊക്കെ. മനുഷ്യനെ മെനക്കെടുത്ത ചായക്കട ചേട്ടാ, ഞങ്ങളെയാണോ കാക്കാശിന് കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്? ചിങ്കം സാറേ, ഞങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് വരെ പണിയൊന്നുമില്ലല്ലോ. രണ്ടാളും വെറുതെ ഓരോന്നും പറഞ്ഞ് കറങ്ങി നടക്കുക എന്നല്ലാതെ. ഏയ്, ഞാനും ചിങ്കൻ സാർ പറഞ്ഞതിനോട് യോജിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും അടിയാണ് വേണ്ടത്. അടി. മോട്ടു പത്ലു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു വിധത്തിൽ ഇവര് പറയുന്നതും ശരിയല്ലേ. ഞാനൊരു സയന്റിസ്റ്റ്, ഇദ്ദേഹം ഒരു ഇൻസ്പെക്ടർ, പിന്നെ ഇയാളൊരു ബോക്സർ. ഇയാൾക്കാണെങ്കിൽ ഒരു ടീക്കട സ്വന്തമായിട്ടുണ്ട് താനും. അതിരിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും ആരാ? എന്താ പരിപാടി? ചോദിച്ചതിന് മറുപടി പറയാ. ഒരു പണിയും ചെയ്യാതെ ചുമ്മാ കറങ്ങി നടക്കുന്നവന്മാരെ എന്താ വിളിക്കാന്നറിയാമോ? അല്ല, നിങ്ങളൊക്കെ എന്ത് കൂട്ടുകാരന്മാരാ? നിങ്ങളെ കൂട്ടുകാരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്നോ? വാ മോട്ടു, നമുക്കിനി ഇവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കരുത്. നിങ്ങൾ എല്ലാവരും കണ്ടോ? ഞങ്ങൾ രണ്ടുപേരും ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കണ്ണ് തുറന്നു വെച്ചിരുന്നോ? വലിയേട്ടാ, ഞങ്ങൾ രണ്ടുപേരും സയന്റിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? മോട്ടുവും പത്ലുവും തടവിലായിട്ട് ഏതാണ്ട് 3 മാസത്തോളമായി. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, എന്റെ ബ്രോകളെ, നിങ്ങളൊന്ന് കഥക തുറക്ക്. കഥ കടച്ചിട്ടിട്ട് എന്താ പരിപാടി? പറയൂ. മോട്ടു പത്ലു, ഓപ്പൺ ദ ഡോർ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. മര്യാദയ്ക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞ്. എവിടെയാണ് നിങ്ങള്? പൊളിച്ചെടുത്തല്ലോ. നിങ്ങളാരാണ്? ഇവിടെ മോട്ടു പത്ലുല്ലേ താമസിച്ചിരുന്നത്? എടോ, ഞങ്ങൾ തന്നെയാണോ മോട്ടുവും പത്ലും? അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും വർത്താനം കാരണം ഇപ്പോൾ ഞങ്ങള് രണ്ടുപേരും സയന്റിസ്റ്റായി മാറിയിരിക്കുകയാണ്. ദേ കണ്ടില്ലേ ഞങ്ങളുടെ ഇൻവെൻഷൻ. ഈ ഗാഡ്ജറ്റ്സ് എന്ന് വരുന്ന രശ്മി ആരുടെ ദേഹത്ത് പതിച്ചാലും അയാൾ ചെയ്യുന്ന ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ആ ജോലി തന്നെ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അതെ, ഞങ്ങളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ആരുടെ ദേഹത്ത് ട്രൈ ചെയ്യണമെന്നാണ്. നിങ്ങളെല്ലാവരും ഇത് എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളുടെ ഈ ഗാഡ്ജറ്റ് ട്രൈ ചെയ്തോട്ടെ. ബോക്സർ ചേട്ടാ, നിങ്ങളുടെ ശരീരത്തിൽ ഈ റേസ് കടത്തിവിട്ട് ഈ ഗാഡ്ജറ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. അങ്ങനെയാവുമ്പോൾ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ ചേട്ടൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. ആരും വരണ്ട, എന്റെ ദേഹത്ത് ടെസ്റ്റിംഗ് ഒന്നും വേണ്ട. ഏയ്, ഇതെന്താ നിങ്ങൾ ഈ കാണിച്ചത്? നിങ്ങളെ രണ്ടുപേരെയും ഞാനിത് വെറുതെ വിടില്ല. ഇതെന്ത് പറ്റി? എന്റെ കയ്യിലെന്ത് പറ്റി? അറിയാതെ തന്നെ അടിച്ചോണ്ടിരിക്കുകയാണല്ലോ ഞാൻ. എന്താ ഇത്? എന്റെ കയ്യിൽ ഇതെന്ത് പറ്റി? എനിക്കെന്താ തടുക്കാൻ പറ്റാത്തത്? മോട്ടു, നിന്റെ ഉപകരണം എന്താ ഇങ്ങനെ? ഞാൻ ബോക്സിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. നിർത്താനേ പറ്റുന്നില്ലല്ലോ എനിക്ക്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. അവിടെ നിൽക്ക്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. നിന്നോട് നിൽക്കാൻ പറഞ്ഞത് എന്റെ നടു ഒടിഞ്ഞല്ലോ. സോറി ചിങ്കം സാറേ, ഒരു പ്രാവശ്യം ഈ ഗാഡ്ജറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്റെ അമ്മോ മോട്ടു പത്ലു, എന്റെ മീത് നിങ്ങൾ റേസ് അടിക്കല്ലേ.
മോട്ടുപത്ലു ജോൺ ഇവിടുന്ന് മോഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയല്ലോ. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. നിങ്ങൾ രണ്ടാളും വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഐ വിൽ നോട്ട് ലീവ് യു. ജോർജ്, എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്താണത്? ഞാൻ വീണ്ടും വീണ്ടും ഫയർ ചെയ്യാണല്ലോ. എന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. ഓ നോ. വലിയേട്ടാ, നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളുടെ ഗാഡ്ജറ്റ് അങ്ങ് ഞങ്ങളുടെ ശരീരത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്? ഞങ്ങളുടെ ഗാഡ്ജറ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് പരീക്ഷിക്കട്ടെ. മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, എന്റെ ബ്രോകളെ, എന്റെ ദേഹത്തെ റേസ് അടിപ്പിക്കരുതേ. വേണ്ട മോട്ടു, വേണ്ട. മമ്മി, മോട്ടുപത്ലു നമ്മുടെ മീത റേസ് അടിച്ചല്ലോ. ഇനിയിപ്പോ നമുക്ക് എന്താ സംഭവിക്കാന്ന് അറിയില്ല. സക്സസ്, ഭല ഭല. ചേർത്തല്ല മമ്മി, രക്ഷിക്കണേ. ഡോക്ടർ ചക്ക, ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്. ഇവന്മാരെ ഗാഡ്ജറ്റ് കാരനാണ് നമ്മൾ ഒരേ പണി വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി അറിയില്ല എത്ര നേരം ഇവിടെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിന്നോണ്ടിരിക്കണം. പറയൂ, നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടേ? അതെ ചായക്കട ചേട്ടാ, ഞങ്ങള് മനസ്സിലാവുന്നില്ലേ? നല്ല ചൂടുള്ള സമൂസകൾ ഇങ്ങെടുത്തേ. മോട്ടു പത്ലു, നിങ്ങളെങ്ങനെ ഇങ്ങനെയായി? അതിശയം. ഞങ്ങള് രണ്ടാളും സയന്റിസ്റ്റായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഞങ്ങളൊരു ഗാഡ്ജറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ചായക്കട ചേട്ടാ, ഞങ്ങളുടെ ഈ ഗാഡ്ജറ്റ് ആരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെന്നേ. അതുകൊണ്ട് പ്ലീസ് ചേട്ടൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവോ ചേട്ടാ? എന്താ പറഞ്ഞേ? നിങ്ങൾ ഈ ഗാഡ്ജറ്റ് എന്റെ മേൽ പ്രയോഗിക്കുന്നു? രണ്ടുപേരും സ്ഥലം കാലിയാക്ക്. വിടില്ല നിന്നെ. ഇതെന്താ എന്റെ കയ്യിലെന്ത് പറ്റി? അയ്യോ, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഈ മോട്ടും പത്ലും എന്താ എന്നോട് ചെയ്തത് അറിയുന്നില്ലല്ലോ. ഇത് ഞാൻ എന്ത് ചെയ്യും? ഞാനിങ്ങനെ സമോസ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരുമോ? എന്റെ കൈ ശരിയായി. എന്റെ കൈ പഴയതുപോലെയായി. എന്റെ അമ്മോ, ഞാൻ പഴയ പോലെ ആയല്ലോ. അവന്മാരുടെ ഗാഡ്ജറ്റിന്റെ പവർ തീർന്നിരിക്കുന്നു. എന്റെ അമ്മോ. പൊളിച്ചെടുത്തല്ലോ. സന്തോഷിക്ക്. അങ്ങനെ മോട്ടു പത്ലുവിന്റെ ഗാഡ്ജറ്റിന്റെ ശക്തി നശിച്ചു പോയിരിക്കുന്നു. അങ്ങനെ നമ്മൾ തകർന്നു അല്ലേ? അയ്യോ, എനിക്ക് നിർത്താൻ പറ്റുന്നില്ലല്ലോ. എത്ര സമോസ ഞാൻ ഉണ്ടാക്കും ഇനിയും? ഇത്രയും സമോസ ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്റെ കൈ ശരിയായി. എന്റെ കൈ പഴയതുപോലെയായി. ആ മോട്ടും പത്രവും ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. പത്ലു, അങ്ങോട്ട് നോക്ക്. ദേ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോട്ടു ഓടിക്കോ. മോട്ടു പത്ലു, നിക്ക്. ഞാൻ പറയുന്നു അവിടെ നിൽക്കാൻ. കൂട്ടുകാരെ, ഞങ്ങള് ഞങ്ങളുടെ ഗാഡ്ജറ്റ് ഒന്ന് വരുത്തട്ടെ.
ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ഈ ഗാഡ്ജറ്റ് കാരണം ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. താങ്ക് യു മോട്ടു പത്ലു. ഇനി ആര് വേണമെങ്കിലും എന്നോട് ബോക്സിങ്ങിന് വന്നോട്ടെ. വളരെ നന്ദിയുണ്ട് മോട്ടു പത്ലു. ഓയ് മോട്ടു പത്ലു ചങ്ങുകള്, നിങ്ങളുടെ ഗാഡ്ജറ്റ് കൊണ്ട് ഞാൻ എത്ര ബോംബ് പൊട്ടിച്ചെന്ന് അറിയാമോ? അങ്ങനെ എനിക്ക് പെർഫെക്റ്റ് ആയ ഫോർമുല കിട്ടിയിരിക്കുന്നു. ആ അതെ, പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. എന്റെ അമ്മോ മോട്ടു പത്ലു, ഞാൻ ഫയറിംഗ് ചെയ്ത് എത്ര ഇളനീരാണ് താഴേക്ക് വീണെന്ന് അറിയോ? ഇനി വീഴാൻ ഇവിടെ ഇളനീർ ബാക്കിയില്ല. ഇപ്പൊ എനിക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് കണ്ടോ? മോട്ടു പത്ലു, എന്റെ ഭാഗത്ത് നിന്ന് വലിയ താങ്ക് യു. ഞാൻ സമോസ ഉണ്ടാക്കി സമോസ സ്പെഷ്യലിസ്റ്റ് ആയി. ഇപ്പോൾ ഫുർഫുറി നഗരത്തിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അത് നന്നായി. ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ കാരണം കൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരു ഉപകാരമായല്ലോ. ഞങ്ങൾക്ക് കുറച്ച് സമയം തരികയാണെങ്കിൽ ഞങ്ങൾ വേറെന്തെങ്കിലും കണ്ടുപിടിച്ചോളാം. വേണ്ട പത്ലു വേണ്ട, നിങ്ങൾ രണ്ടുപേരും പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയാ മതി. നിങ്ങൾ കാരണം ഞങ്ങളൊക്കെ ജയിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ജയിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയാ മതി. Watch India's largest kids library only on Jio Hotstar. Download the app now.